അപ്പം അന്നേരമൊക്കെ ഫീസ് എത്രയായിരുന്നു ഈ പഠിക്കുന്നതിനൊക്കെ? ഞാൻ ആദ്യം ഡാൻസ് പഠിക്കാൻ ഒരു അന്നം എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ അടുത്ത്, എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് കോഴിക്കോട് ആദ്യം വരുന്നത്. അവിടെ ഡാൻസ് അല്ല, ബാലയാണ്. ആ ആ ഉദയശങ്കറിൻ്റെ ബാലെ ട്രൂപ്പിലുണ്ടായിരുന്ന അന്നം എന്ന് പറഞ്ഞത്. അവിടെ എന്നെക്കോളൊക്കെ നല്ല വലിയ വണ്ണവും നീളമൊക്കെ ഉള്ള ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരിയും ചെറിയ കുട്ടി എട്ടാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കും. ആ പഠിക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ എനിക്കവിടെ ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല ഞാനൊരു നർത്തകിയല്ലല്ലോ, വന്നതല്ലേ ഉള്ളൂ. അവിടെ അന്ന് 40 രൂപ ഫീസ് കൊടുക്കണം. അതെൻ്റെ അച്ഛൻ 2 മാസം കൊടുത്തു. അപ്പോഴാണ് അവർ സിലോണിലേക്ക് പോകുന്നു, എന്നെ കൊണ്ടുപോകുന്നില്ല, എനിക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് എഴുതി എന്നെ സിലോണിലൊന്നും കൊണ്ടുപോകുന്നു. അപ്പോഴച്ഛൻ എന്നെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ഈ മാസ്റ്റർ അവരെ പഠിപ്പിക്കാൻ വരുമായിരുന്നു, ഭരതനാട്യം പഠിപ്പിക്കാൻ. കാണാനൊന്നും പറ്റില്ല. രാജരത്നം സാർ. ഈ മാസ്റ്റർക്ക് അപ്പോൾ ഏറ്റവും ചെറുത് ഞാനതുകൊണ്ട് മാസ്റ്ററുടെ മുമ്പിലേക്ക് ഫുഡൊക്കെ കൊണ്ടുപോകും. അവർ എൻ്റെ ഈ തന്നയക്കും, ഞാനങ്ങ് കൊണ്ടു കൊടുക്കും. അപ്പം നീ ശരിയമ്മ, നീ കരയെ, നീ ദേഷ്യപ്പെടുക, ഇങ്ങനെ ഭാവാഭിനയങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഞാനതൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കില്ലേ ഡാൻസിനോട് മാസ്റ്റർ പഠിപ്പിക്കുന്ന കാണാനും അത് ചെയ്യാനും ഒക്കെ വലിയ ആഗ്രഹം. അപ്പം അന്ന് അതുപോലെ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു അവളെ കൊണ്ടുപോയി, ഇത്രയും ഫീസൊന്നും കൊടുത്തു. അന്ന് 40 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയാണ്. എന്ന് പറഞ്ഞാൽ 56, 57 അപ്പം അത്രയൊക്കെ 40 രൂപ എന്ന് വലിയൊരു എമൗണ്ട്. അത് എങ്കിലും അച്ഛൻ 2 മാസം ഇതാക്കി. അങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ ഇനി കൊണ്ടുപോകാം, സെലക്ഷൻ ഇതാവില്ലല്ലോ. എന്നോട് കൊണ്ടുപോകാൻ വന്നപ്പോഴാണ് മാസ്റ്റർ പറഞ്ഞു അവളെ കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി. കലാമണ്ഡലത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവിടെ സെലക്ഷൻ. മാസ്റ്റർ പറഞ്ഞില്ല, അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെയാണ് ഞാൻ ഗുരുകുല വിദ്യാഭ്യാസം പോലെ മാസ്റ്റർ വീട്ടിൽ താമസിച്ച് മോഹന തുളസി എന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്ത് കൊച്ചിയിൽ ഡാൻസ്. ഞങ്ങൾ രണ്ടുപേരും വലിയ കൂട്ടായിരുന്നു. ഇപ്പോഴും ആ കൂട്ടുണ്ട്. ഞാൻ വിളിക്കും. അങ്ങനെയൊക്കെ. ഇന്നലെ വിളിക്കാൻ തിരക്കുകൊണ്ട് മറന്നുപോയി, അല്ലെങ്കിൽ ഇന്നലെ വന്നേനെ.